രാഹുൽ രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അടുത്ത മാസം ആരംഭിക്കും. മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 14 സംസ്ഥാനങ്ങളിലെ 6200 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുമെന്നും KC വേണുഗോപാൽ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ 5 സംസ്ഥാനങ്ങൾ 2 വലിയൊരു പരാജയം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് വീണ്ടും ഭാരത് ജോഡോ യാത്രയുമായിട്ട് രാഹുൽ ഇറങ്ങുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിന്റെ ഭാരത് ജോഡോ വലിയ ജനപിന്തുണയുണ്ടാക്കി എന്ന നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ രജനി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, കാരണം രാജ്യത്തെ ജനങ്ങൾ ഒരു പാർട്ടിയോടുള്ള പിന്തുണ അറിയിക്കാനുള്ള വഴി അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിലവിൽ കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒപ്പം നേരത്തെ ഭരണമുണ്ടായിരുന്ന മധ്യപ്രദേശിലുമെല്ലാം തന്നെ കനത്ത തിരിച്ചടി, ദയനീയ തോൽവി കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒപ്പം മിസോറാമിലും കാര്യമായ ഒരു നേട്ടവും കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഭാരത് ജോഡോയ്ക്ക് എന്ത് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായി എന്നുള്ള ചോദ്യം, വലിയ ചോദ്യം ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുമ്പോഴാണ് ഒരു രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. രാഹുലിന്റെ നേതൃത്വത്തിൽ ജനുവരി 14 മുതൽ മാർച്ച് 20 വരെ രണ്ടാം ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ് യാത്ര നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. മണിപ്പൂർ മുതൽ മുംബൈ വരെയായിരിക്കും യാത്ര. 6200 കിലോമീറ്റർ, 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. ബസ്സിലും കാൽനടയുമായി യാത്ര ആകും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇംഫാലിൽ നിന്നായിരിക്കും യാത്ര തുടങ്ങുക. ഈ രണ്ടാം ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനമായിട്ട് തന്നെയാണ്. കാരണം 14 തോൽവിക്ക് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മാത്രമല്ല മുഴുവൻ കക്ഷികളും BJP വിരുദ്ധ മുന്നണി അണിനിരന്നിട്ട് പോലും 2019 300-ലധികം സീറ്റുകൾ നേടി മികച്ച ഭൂരിപക്ഷം BJP നേടിയിരുന്നു. ഇത്തവണ 24-ൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് BJP, മോദി, അമിത്ഷാ സഖ്യം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകെട്ടിൽ BJP വലിയ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഇറങ്ങുമ്പോൾ എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് ദേശീയ തലത്തിൽ ഉയരുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് മുൻകൈയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഇന്ത്യ മുന്നണി, അതായത് പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണിക്ക് പോലും വലിയ പ്രസക്തിയോ ഒത്തൊരുമയോ ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു രണ്ടാം ഭാരത് ജോഡോ യാത്ര. അവിടെ തന്നെയാണ് ജിഷ്ണു, ഈ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ മമതാ ബാനർജി അടക്കമുള്ളവർ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് രാഹുൽ അല്ല, മറ്റൊരു പേര് ഖാർഗെയുടെ പേരൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അപമാനവും അല്ലെങ്കിൽ അതൊക്കെ തന്നെ മറയ്ക്കുവാൻ വേണ്ടിയല്ലേ ഈ വീണ്ടും ഒരു യാത്രയുമായിട്ട് രാഹുൽ പോകുന്നതും. ഈ ഒരു യാത്രയിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് അകത്തു പോലും ഭിന്നതകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു യാത്രയോട് എത്രത്തോളം മറ്റ് പ്രതിപക്ഷ കക്ഷികൾ സഹകരിക്കും എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. കാരണം ഇത് തീർച്ചയായും കോൺഗ്രസിന്റെ മാത്രം ഒരു പ്രചാരണ യാത്രയാണ്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഈ പ്രതിപക്ഷ മുന്നണിയുടെ തലപ്പത്തേക്ക് 2024 പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമം സോണിയയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിരുന്നു, കോൺഗ്രസ് നേതൃത്വം നടത്തിയിരുന്നു. എന്നാൽ അതൊരിക്കൽ പോലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും സമാജ്വാദി പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ JDU ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും ഒരിക്കൽ പോലും രാഹുലിനെ മുൻപോട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിൽ ഒരു തരത്തിലുമുള്ള ഗുണമുണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് വലിയ എതിർപ്പ് അതിന് ഉന്നയിച്ചത്. അതോടുകൂടിയാണ് ഒരു നയമാറ്റം കോൺഗ്രസ് നേതൃത്വവും എടുത്തിട്ടുള്ളത്. രാഹുലിന് പകരം മല്ലികാർജുന ഖാർഗെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ചുവടുമാറ്റിയതും രാഹുലിന് ഈ പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ നേതാക്കൾക്കിടയിൽ വേണ്ടത്ര സ്വീകാര്യതയില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഭാരത് ജോഡോ അതോ മണിപ്പൂരിൽ ഇംഫാലിൽ ഉദ്ഘാടനം ചെയ്യുന്നത് മല്ലികാർജുന ഖാർഗെ ആയിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എത്രത്തോളം രാഷ്ട്രീയപരമായി ജനപിന്തുണ നേടാൻ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ ഈ രണ്ടാം യാത്ര കൊണ്ടെങ്കിലും കോൺഗ്രസിന് സാധിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. രജനി, ഒരു കാര്യം കൂടി ഉണ്ട് ജിഷ്ണു, കഴിഞ്ഞ യാത്രയിൽ കണ്ടതാണ് വിദ്വേഷപരമായ പ്രസംഗങ്ങൾ, പരാമർശങ്ങളൊക്കെ തന്നെ. അതിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല, പലതും കോടതിയിലടക്കം കിടക്കുകയാണ്. ഈ യാത്രയിലും അങ്ങനത്തെയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. രജനി, യാത്രയിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ BJP വിരുദ്ധത ആണ് തങ്ങളുടെ മുഖമുദ്ര എന്ന് കാണിക്കുന്നതിന് ചില വിവാദപരമായ പരാമർശങ്ങൾ പോലും ഇപ്പോൾ മുംബൈയിൽ വീർ സവർക്കറെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുലിന്റെ ഭാഗത്തുണ്ടായി. രജനി സൂചിപ്പിച്ചതുപോലെ അത്
കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ BJP വിരുദ്ധത കാണിക്കുന്നതിനുള്ള വിവാദപരമായ പരാമർശങ്ങളുണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേട്ടവും ഭാരത് ജോഡോ യാത്ര കൊണ്ട് കോൺഗ്രസിനോ രാഹുലിനോ പ്രതിപക്ഷ മുന്നണിക്കോ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം യാത്ര ഭാരത് ന്യായ് യാത്ര എത്തരത്തിലാണ് കോൺഗ്രസ് ക്രമീകരിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെ കോൺഗ്രസ് കടക്കും എന്നുള്ളതും നോക്കിക്കാണണം. രജനി, ശരി. എന്തായാലും രണ്ടാം വട്ട ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ തിരിക്കുകയാണ്. ജനുവരി 14 മണിപ്പൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.